ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, SS ലോഗോസ് ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് പ്രഭാഷകൻ്റെ പുസ്തകം 50-ാം അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, പ്രഭാഷകൻ അധ്യായം 50-ൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 29 വാക്യങ്ങൾ. 2, പ്രഭാഷകൻ 50-ാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങളുണ്ട്? അവ ഏതെല്ലാം? ഉത്തരം 2 ശീർഷകങ്ങൾ. 1, പ്രധാന പുരോഹിതൻ ശിമയോൻ. 2, ഉപദേശങ്ങൾ. മൂന്നാമത്തെ ചോദ്യം, പ്രഭാഷകൻ 50-ാം അധ്യായത്തിലെ ആദ്യ ശീർഷകം ഏതാണ്? ഉത്തരം പ്രധാന പുരോഹിതൻ ശിമയോൻ. 4, പ്രധാന പുരോഹിതനായ ശിമയോൻ ആരുടെ പുത്രനായിരുന്നു? ഉത്തരം ഓനിയാസിൻ്റെ. 5, പ്രഭാഷകൻ 50-ാം അധ്യായം 1-ാമത്തെ വാക്യപ്രകാരം സഹോദരന്മാർക്ക് നേതാവും ജനത്തിന് അഭിമാനവും ആയിരുന്നത് ആരാണ്? ഉത്തരം ശിമയോൻ. 6, ശിമയോൻ പുതുക്കി പണിയുകയും കോട്ട കെട്ടി സുരക്ഷിതമാക്കുകയും ചെയ്തത് എന്താണ്? ഉത്തരം ദേവാലയം. 7, ദേവാലയത്തെ സംരക്ഷിക്കുന്ന എന്തിനാണ് ശിമയോൻ അടിസ്ഥാനമിട്ടത്? 50-ന്റെ 2 ഉത്തരം ഉയർന്ന ഇരട്ട മതിലിന്. 8, ദേവാലയത്തെ സംരക്ഷിക്കുന്ന ഉയർന്ന ഇരട്ട മതിലിന് അടിസ്ഥാനമിട്ടത് ആരാണ്? ഉത്തരം ശിമയോൻ. 9, ശിമയോൻ്റെ കാലത്ത് സമുദ്രം പോലെ വിശാലമായ എന്താണ് കുഴിച്ചത്? 50-ന്റെ 3 ഉത്തരം ജലസംഭരണി. 10, ശിമയോൻ്റെ കാലത്ത് കുഴിച്ച ജലസംഭരണിയുടെ പ്രത്യേകത എന്തായിരുന്നു? ഉത്തരം സമുദ്രം പോലെ വിശാലമായത്. 11, ആക്രമണത്തെ ചെറുക്കുന്നതിന് വേണ്ടി ശിമയോൻ നഗരത്തിന് ചുറ്റും എന്താണ് ചെയ്തത്? 50-ന്റെ 4 ഉത്തരം നഗരത്തിന് ചുറ്റും കോട്ട കെട്ടി. 12, ജനത്തെ നാശത്തിൽ നിന്നും രക്ഷിച്ച പുരോഹിതൻ ആരാണ്? ഉത്തരം ശിമയോൻ. 13, അവൻ എത്ര മഹത്വപൂർണനാണ്? എപ്പോൾ? 50-ന്റെ 5 ഉത്തരം ശ്രീകോവിലിന് പുറത്തു വരുന്ന ശിമയോനെ ജനം പൊതിയുമ്പോൾ. 14, ശിമയോൻ പ്രഭാത താരം പോലെ ശോഭിച്ചത് എവിടെയാണ്? 50-ന്റെ 6 ഉത്തരം മേഘങ്ങൾക്ക് ഇടയിൽ. 15, ഉത്സവവേളയിൽ പൂർണ്ണചന്ദ്രനെ പോലെ പ്രശോഭിച്ചത് ആരാണ്? ഉത്തരം ശിമയോൻ. 16, ശിമയോൻ സൂര്യനെ പോലെ പ്രശോഭിച്ചത് എവിടെയാണ്? 50-ന്റെ 7 ഉത്തരം അത്യുന്നതൻ്റെ ആലയത്തിന് മുകളിൽ. 17, തിളങ്ങുന്ന മേഘങ്ങൾക്കിടയിൽ എന്തുപോലെയാണ് ശിമയോൻ പ്രശോഭിച്ചത്? ഉത്തരം വിളങ്ങുന്ന മഴവില്ലുപോലെ. 18, വസന്തത്തിൽ പനിനീർപ്പൂ പോലെയും നീർച്ചാലിനരികിൽ നിൽക്കുന്ന ലില്ലി പോലെയും പ്രശോഭിച്ചത് ആരാണ്? 50-ന്റെ 8 ഉത്തരം ശിമയോൻ. 19, വേനൽക്കാലത്ത് എവിടെ മുളയ്ക്കുന്ന പച്ചപ്പൊടിപ്പ് പോലെയാണ് ശിമയോൻ പ്രശോഭിച്ചത്? ഉത്തരം ലെബനോനിൽ. 20
എവിടെ പുകയുന്ന സുഗന്ധദ്രവ്യം പോലെയാണ് ശിമയോൻ പ്രശോഭിച്ചത്. 50-9. ഉത്തരം ധൂപ കലശത്തിൽ. 21. എപ്രകാരമുള്ള സ്വർണ്ണത്തളിക പോലെയാണ് ശിമയോൻ പ്രശോഭിച്ചത്. ഉത്തരം രത്നഖചിതമായ. 22. കായ്ച്ചു നിൽക്കുന്ന ഒലിവ് പോലെയും മേഘം ഉരുമുന്ന ദേവദാരു പോലെയും പ്രശോഭിച്ചത് ആരാണ്? 50-10. ഉത്തരം ശിമയോൻ. 23. ശിമയോൻ എപ്രകാരമാണ് വിശുദ്ധ ബലിപീഠത്തെ സമീപിച്ചത്? 50-11. ഉത്തരം മഹിമയേറിയ സ്ഥാനവസ്ത്രമണിഞ്ഞ് സർവാലങ്കാര വിഭൂഷിതനായി ശിമയോൻ വിശുദ്ധ ബലിപീഠത്തെ സമീപിച്ചു. 24. 50-11 പ്രകാരം എന്തിൻ്റെ അങ്കണത്തെയാണ് ശിമയോൻ മഹത്വപൂർണമാക്കിയത്? ഉത്തരം വിശുദ്ധ കൂടാരത്തിൻ്റെ അങ്കണത്തെ. 25. ശിമയോൻ ആരുടെ കയ്യിൽ നിന്നാണ് ഓഹരികൾ സ്വീകരിച്ചത്? 50-12. ഉത്തരം പുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന്. 26. ശിമയോൻ എവിടെ നിന്നാണ് പുരോഹിതന്മാരുടെ കയ്യിൽ നിന്നും ഓഹരികൾ സ്വീകരിച്ചത്? ഉത്തരം ബലിപീഠത്തിലെ അഗ്നിക്കരികെ നിന്ന്. 27. ശിമയോൻ പുരോഹിതന്മാരുടെ കയ്യിൽ നിന്നും എന്താണ് സ്വീകരിച്ചത്? ഉത്തരം ഓഹരികൾ. 28. സഹോദരന്മാർ ശിമയോനെ ചുറ്റി നിന്നത് എപ്രകാരമാണ്? ഉത്തരം പൂമാല പോലെ. 29. പൂമാല പോലെ ശിമയോനെ ചുറ്റി നിന്നത് ആരാണ്? ഉത്തരം സഹോദരന്മാർ. 30. സഹോദരന്മാരുടെ മധ്യേ ശിമയോൻ എപ്രകാരമാണ് ശോഭിച്ചത്? ഉത്തരം ലെബനോനിലെ ഇളം ദേവദാരു പോലെ. 31. എങ്ങനെയുള്ള ഇളം ദേവദാരു പോലെയാണ് സഹോദരന്മാരുടെ മധ്യേ ശിമയോൻ ശോഭിച്ചത്? ഉത്തരം ഈന്തപ്പനകളാൽ വലയിതമായ ഇളം ദേവദാരു പോലെ. 32. കർത്താവിനുള്ള കാഴ്ചകൾ കരങ്ങളിലേന്തി ഇസ്രായേൽ സമൂഹത്തിൻ്റെ മുമ്പിൽ നിന്നത് ആരാണ്? 50-13. ഉത്തരം അഹറോൻ്റെ പുത്രന്മാർ. 33. അഹറോൻ്റെ പുത്രന്മാർ എപ്രകാരമാണ് കർത്താവിനുള്ള കാഴ്ചകൾ കരങ്ങളിലേന്തി നിന്നത്? ഉത്തരം സർവ വിഭൂഷകളോടും കൂടെ. 34. അഹറോൻ്റെ പുത്രന്മാർ കർത്താവിനുള്ള കാഴ്ചകൾ കരങ്ങളിലേന്തി ആരുടെ മുമ്പിലാണ് നിന്നത്? ഉത്തരം ഇസ്രായേൽ സമൂഹത്തിൻ്റെ മുൻപിൽ. 35. ബലിപീഠത്തിലെ ശുശ്രൂഷകൾ പൂർത്തിയാക്കി കാഴ്ചകൾ ഒരുക്കിയത് ആർക്കാണ്? 50-14. ഉത്തരം അത്യുന്നതനായ സർവശക്തന്. 36. എവിടത്തെ ശുശ്രൂഷകൾ പൂർത്തിയാക്കിയാണ് അത്യുന്നതനായ സർവശക്തന് കാഴ്ചകൾ ഒരുക്കിയത്? ഉത്തരം ബലിപീഠത്തിലെ ശുശ്രൂഷകൾ. 37. പാനപാത്രത്തിൽ മുന്തിരിച്ചാറെടുത്ത് നൈവേദ്യവും ആർക്ക് പ്രീതികരമായ പരിമളവുമായി ബലിപീഠത്തിന് ചുവട്ടിൽ ഒഴുക്കി? 50-15. ഉത്തരം സർവാധിരാജനായ അത്യുന്നതന്. 38. ആർത്തു വിളിക്കുകയും ലോഹനിർമ്മിതമായ കാഹളം ഊതുകയും ചെയ്തത് ആരാണ്? 50-16. ഉത്തരം അഹറോൻ്റെ പുത്രന്മാർ. 39.
അഹറോൻ്റെ പുത്രന്മാർ എന്തിനു വേണ്ടിയാണ് ഉച്ചഘോഷം മുഴക്കിയത്? ഉത്തരം: അത്യുന്നതൻ തങ്ങളെ സ്മരിക്കുന്നതിന് വേണ്ടി. 40. അത്യുന്നതൻ തങ്ങളെ സ്മരിക്കുന്നതിനു വേണ്ടി അഹറോൻ്റെ പുത്രന്മാർ മുഴക്കിയത് എന്താണ്? ഉത്തരം: ഉച്ചഘോഷം. 41. അഹറോൻ്റെ പുത്രന്മാർ ആർത്തു വിളിക്കുകയും ലോഹനിർമ്മിതമായ ഡാഷ് ഊതുകയും ചെയ്തു. 50-16 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം: കാഹളം. അഹറോൻ്റെ പുത്രന്മാർ ആർത്തു വിളിക്കുകയും ലോഹനിർമ്മിതമായ കാഹളം ഊതുകയും ചെയ്തു. 42. പ്രഭാഷകൻ 50-17 അനുസരിച്ച് എന്തിനു വേണ്ടിയാണ് ജനം സാഷ്ടാംഗം വീണത്? ഉത്തരം: അത്യുന്നതനായ ദൈവത്തെ, സർവശക്തനായ കർത്താവിനെ ആരാധിക്കുന്നതിന് വേണ്ടി. 43. അത്യുന്നതനായ ദൈവത്തെ, സർവശക്തനായ കർത്താവിനെ ആരാധിക്കുന്നതിന് വേണ്ടി ആരാണ് സാഷ്ടാംഗം വീണത്? ഉത്തരം: ജനം. 44. 50-18 പ്രകാരം സർവശക്തനായ കർത്താവിനെ സ്തുതിച്ചു പാടിയത് ആരാണ്? ഉത്തരം: ഗായകർ. 45. ഗായകർ എപ്രകാരമാണ് കർത്താവിനെ സ്തുതിച്ച് പാടിയത്? ഉത്തരം: ശ്രുതിമധുരമായി. 46. ജനം കാരുണ്യവാനും അത്യുന്നതനുമായ കർത്താവിൻ്റെ മുൻപിൽ എന്നുവരെയാണ് പ്രാർത്ഥിച്ചത്? 50-19. ഉത്തരം: കർത്താവിൻ്റെ ആരാധന ക്രമപ്രകാരം പൂർത്തിയാകുന്നത് വരെ. 47. കർത്താവിൻ്റെ ആരാധന ഡാഷ് പൂർത്തിയാക്കുന്നതുവരെ ജനം കാരുണ്യവാനും അത്യുന്നതനുമായ കർത്താവിൻ്റെ മുൻപിൽ പ്രാർത്ഥിച്ചു. പൂരിപ്പിക്കുവേണ്ടത്. ഉത്തരം: ക്രമപ്രകാരം. കർത്താവിൻ്റെ ആരാധന ക്രമപ്രകാരം പൂർത്തിയാക്കുന്നതുവരെ ജനം കാരുണ്യവാനും അത്യുന്നതനുമായ കർത്താവിൻ്റെ മുൻപിൽ പ്രാർത്ഥിച്ചു. 48. കർത്താവിൻ്റെ ആരാധന ക്രമപ്രകാരം പൂർത്തിയാക്കുന്നതുവരെ ജനം എങ്ങനെയുള്ള കർത്താവിൻ്റെ മുൻപിൽ പ്രാർത്ഥിച്ചു എന്നാണ് പ്രഭാഷകൻ 50-19 പറയുന്നത്? ഉത്തരം: കാരുണ്യവാനും അത്യുന്നതനുമായ കർത്താവിൻ്റെ മുൻപിൽ.